അയോധ്യ രാമജന്മഭൂമിയിൽ നടന്ന തട്ടിപ്പ് അഥവാ കാണിക്ക എണ്ണുന്നതിൽ വന്ന കൃത്രിമത്വം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയാണ് പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഇത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് ഇമ്മച്വർ ആയിട്ടുള്ള ഒരു വാദമാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിലോ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ള തടയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിന് ഒരു ട്രസ്റ്റ് ഉള്ളപ്പോൾ. ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ക്ഷേത്രം കുത്തി തുറന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയതുപോലെയാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും അവർക്ക് അങ്ങനെ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം വന്നിരിക്കുകയാണ്. ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ചില ആൾക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അടിയന്തരമായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞിരുന്നു. സുപ്രീം കോടതി അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അടിയന്തരമായി പരിഗണിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് സുപ്രീം കോടതി ഇവരോട് ചോദിച്ചിരിക്കുന്നത്. വേനൽ അവധിക്ക് ശേഷം കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേസ് പരിഗണിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുമോ? അങ്ങനെ സംഭവിക്കുമെങ്കിൽ പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ മറുപടി. ശ്രീരാമജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റിന്റെ പക്കൽ എത്തിയ സംഭാവനകളിൽ തട്ടിപ്പ് നടന്നതായും ഇതിൽ CBIയുടെയും നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഉടൻ പരിഗണിക്കാനായി വിസമ്മതിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, ഷീൽ നാഗു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ അടിയന്തരമായി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരസിച്ചത്. കോടതിയുടെ രജിസ്ട്രിക്കും ബന്ധപ്പെട്ട അധികൃതർക്കും വിഷയത്തിന്റെ അടിയന്തര സ്വഭാവം ബോധ്യപ്പെട്ടാൽ മാത്രമേ ഹർജികൾ ഉടൻ പരിഗണിക്കാൻ സാധിക്കൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. ജൂലൈ 12 മുതൽ 17 വരെയുള്ള ആഴ്ചയിൽ ഹർജി പരിഗണിക്കുമെന്നും ബെഞ്ച് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.